ഏവർക്കും ട്രിഗർ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി കോംപ്ലിമെൻ്ററി പേപ്പറായ S1-ൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. നമ്മൾ ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റവല്യൂഷനും ഒക്കെ പറഞ്ഞു. അപ്പോൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് കേസസുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇനി രണ്ടാമത്തെ വീഡിയോ നമ്മൾ റോൾ ഓഫ് ഇൻ്റലക്ച്വൽസ്, വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ അതുപോലുള്ള തത്വചിന്തകരുടെ എന്തൊക്കെ റോൾ എഴുതുന്നതും, നാഷണൽ അസംബ്ലി, ടെന്നീസ് കോർട്ട്, ബ്രെഡ് റോയറ്റ്, അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട്, ഇമ്പാക്റ്റ്, ഇത്രയും കൂടി പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായ ഫ്രഞ്ച് റവല്യൂഷനിൽ 1789 എന്ന മൊഡ്യൂള് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഈ അറിവോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി റോൾ ഓഫ് ഇൻ്റലക്ച്വൽസ്, വോൾട്ടയർ, മോണ്ടസ്ക്യൂ, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനെ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച തത്വചിന്തകർ ഫിലോസഫേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞ അവരുടെ വാക്കുകൾ എന്തൊക്കെയാണെന്നാണ് റോൾ ഓഫ് ഇൻ്റലക്ച്വൽസ് എന്ന സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ എസ്സേയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വോൾട്ടയറാണ്. 3 തത്വചിന്തകരെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട തത്വചിന്തകർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ. വോൾട്ടയർ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോഴ്സ് ഇൻ ദ വേൾഡ് ആൻഡ് ടു അച്ചീവ് ദിസ് ഈസ് അഡ്വക്കേറ്റ് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്താണ് ക്രിയേറ്റിവിറ്റി? സർഗാത്മകതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അത് നേടിയെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ജനങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകണമെന്ന് ആര് പറഞ്ഞു? വോൾട്ടയർ പറഞ്ഞു. വോൾട്ടയർ എന്താണ് പറഞ്ഞത്? ക്രിയേറ്റിവിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോഴ്സ് ഇൻ ദ വേൾഡ് ആൻഡ് ടു അച്ചീവ് ദിസ് ഈസ് അഡ്വക്കേറ്റ് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്താണ് ക്രിയേറ്റിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യണം? ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകണമെന്ന് ആര് പറഞ്ഞു? വോൾട്ടയർ പറഞ്ഞു. അടുത്താണ് മോണ്ടസ്ക്യൂ ആണ്. മൊറാർച്ചിയൽ ഗവൺമെൻറ് ഈസ് ജനറലി ഡെസ്പെക്റ്റീവ് ഗവൺമെൻറ്, സോ ഇറ്റ് ബോദർ ലെസ് അബൌട്ട് ദ വെൽഫെയർ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ, വുഡ് കംപ്ലീറ്റ്ലി ബോദർ അബൌട്ട് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ മൊണാർച്ചിയൽ ഗവൺമെൻറ് എന്താണ്? ജനറലി ഡെസ്പെക്റ്റീവ് ഗവൺമെൻറ് ആണ്. ഒരിക്കലും ഒരു സർക്കാരിന് വേണ്ടി രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല? മൊണാർച്ചിയൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല. എന്നാൽ ഈ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ആരെക്കുറിച്ചുള്ള പൂർണ്ണമായി ബോധേയരായിരിക്കണം? അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് ബോധേയരായിരിക്കണം. പക്ഷേ ഈ ഗവൺമെൻറ്റാണ് ഒരു ജനങ്ങളെക്കുറിച്ച് ബോധേയരല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അവരെന്താ ബോധവാന്മാരല്ല. പക്ഷേ എല്ലാ രാജഭരണങ്ങളിലും അല്ലെങ്കിൽ രാജാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും എന്ത് ചെയ്യണം? ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനൊക്കെ തന്നെ ബോധവാന്മാരായിരിക്കണമെന്നാണ് ആര് പറഞ്ഞത്? മോണ്ടസ്ക്യൂ പറഞ്ഞത്. അടുത്ത റൂസോയാണ്. Kingship is no gift of the god to rulers, but it come to social contract between rulers and ruled. So the rulers should always respect will be of the peoples. അപ്പോൾ കിങ്ഷിപ്പ് രാജഭരണം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഗിഫ്റ്റല്ല, ദൈവത്തിൻ്റെ ഗിഫ്റ്റല്ല. ഇത് റൂളേഴ്സും ഭരിക്കപ്പെടുന്ന റൂളേഴ്സും റൂളേഴ്സും തമ്മിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കിങ്ഷിപ്പ് വന്നതെന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടുത്തെ മൊണാർച്ചിയിൽ ബർബൺ ഡൈനാസ്റ്റിയിൽ ഫ്രഞ്ചിൽ ഭരിക്കുന്ന ബർബൺ ഡൈനാസ്റ്റി നമ്മൾ പൊളിറ്റിക്കൽ കേസിൽ പറഞ്ഞായിരുന്നു. ബർബൺ ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത്. ആ ബർബൺ ഡൈനാസ്റ്റി ഭരിക്കുന്നവരൊക്കെ തന്നെ ഏതാണ്? ഡിവൈൻ റൈറ്റ് തിയറിയാണ് വിശ്വസിച്ചത്. ഡിവൈൻ റൈറ്റ് തിയറി പറഞ്ഞു ഗോഡ് ദൈവത്തോട് മാത്രമേ അവർ ആൻസറബിൾ ആയിട്ടുള്ളൂ. ദൈവമാണ് അവർക്ക് ഭരണാധികാരം നൽകിയത്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അവർ ആരോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി? ആ ദൈവത്തോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ അപ്പോൾ ഇവിടെ റൂൾസ് എന്ന് പറയുന്ന കിങ്ഷിപ്പ് രാജഭരണം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ദൈവത്തിൻ്റെ സമാനമല്ല. അത് അവിടുത്തെ ജനങ്ങൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹിക ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇത് കിങ്ഷിപ്പ് എന്ന് ആര് പറഞ്ഞു? റൂസോ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ 3 പേരല്ലേ വോൾട്ടയറിൻ്റെയും മോണ്ടസ്ക്യൂയുടെയും റൂസോയുടെയൊക്കെ തന്നെ വാക്കുകൾ എന്ത് ചെയ്തു? വിപ്ലവത്തിലേക്ക് നയിക്കുമായിരുന്നു. അപ്പോൾ റൂസോ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 3 ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടർണിറ്റി പ്രപ്പോസ് ചെയ്തു. അല്ലെങ്കിൽ ഈ 3 ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഈ ആശയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരായിരുന്നു? റൂസോ ആയിരുന്നു. അതാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടർണിറ്റി എന്ന് പറയുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ 3 മുദ്രാവാക്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരായിരുന്നു? റൂസോ ആയിരുന്നു. ഇത് ജനങ്ങളിലേക്കായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയായ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു രചനയിലൂടെ, ഒരു കൃതിയിലൂടെ അല്ലെങ്കിൽ
തൻ്റെ ഒരു വർക്കിലൂടെ റോസ് സോഷ്യൽ കോൺട്രാക്ട് എന്ന വർക്കിലൂടെ അതിന് ജനങ്ങളിലേക്ക് ലിബർട്ടി, ഇക്വാലിറ്റി എന്ന ആശയവും അതുപോലെ തന്നെ ഈ കിങ്ഷിപ്പിൻ്റെ കേസും ഒക്കെ തന്നെ റൂസോയാണ് ആ ഫ്രഞ്ചിലെ ജനങ്ങൾക്ക് ബോധവാന്മാരാക്കിയത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിച്ചിരിക്കാം വോൾട്ടേറിൻ്റെയും മോണ്ടസ്ക്യൂവിനെയും റൂസോയൊക്കെ കുറിച്ച് എഴുതാൻ ചോദിച്ചിരിക്കാം. അപ്പം ചോദ്യം കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇന്ത്യയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത നാഷണൽ അസംബ്ലി, ടെന്നീസ് കോർട്ട് ഓത്ത് ആൻഡ് ബ്രെഡ് റോയിറ്റ്. ഇത് സ്റ്റേറ്റ് ജനറൽ ഓഫ് ദി എസ്റ്റേറ്റ് ചേമ്പേഴ്സ്. അപ്പം അവിടുത്തെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കറിയാം ഈ സോഷ്യൽ കേസസിൻ്റെയൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന എക്കണോമിക് സമയത്ത് ഫ്രാൻസിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ തന്നെ എന്താണ് അട്ടിമറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടി അവിടുത്തെ രാജാവ് ലൂയിസ് 16 എന്ത് ചെയ്യുന്നു, അവിടുത്തെ പാർലമെൻറ്റായ സ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ പ്രതിനിധി സഭയായ അല്ലെങ്കിൽ ജനറൽ ചേംബറായ സ്റ്റേറ്റ് ചേംബറായിരുന്നു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. അപ്പോൾ അതിൻ്റെ കാര്യമാണ് നാഷണൽ. അതിലാണ് ഈ സ്റ്റേറ്റ് ചേംബർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ നടക്കുന്ന ചില സംഭവങ്ങൾ കൊണ്ടാണ് എന്ത് രൂപപ്പെടുന്നത്, നാഷണൽ അസംബ്ലിയിലേക്ക് സാധാരണ ജനങ്ങൾ നാഷണൽ അസംബ്ലി രൂപീകരിക്കാൻ കാരണമായത്. അപ്പോൾ നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലപ്പോൾ 1 ഗ്രേഡിന് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെയൊക്കെ ചോദിക്കാം എന്താണ് നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി ഇത്രയേ ഉള്ളൂ, ദ റവല്യൂഷണറി അസംബ്ലി ഓഫ് തേർഡ് എസ്റ്റേറ്റ് അല്ലെ റവല്യൂഷണറി അസംബ്ലി ഫോർമഡ് ബൈ തേർഡ് എസ്റ്റേറ്റ് ആണ്, അല്ലെ 13 എസ്റ്റേറ്റ് എന്ന 17 ജൂൺ 1719 അവിടുത്തെ തേർഡ് എസ്റ്റേറ്റുകാർ ആരംഭിച്ച ഒരു റവല്യൂഷണറി അസംബ്ലിയാണ് ഇത് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. അതായത് നാഷണൽ അസംബ്ലി ദ റവല്യൂഷണറി അസംബ്ലി ഈസ് ഫോർമഡ് ബൈ തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ദ സ്റ്റേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് ചേംബർ. ദ ഫസ്റ്റ് എസ്റ്റേറ്റ് വാസ് റെപ്രസെൻറ്റഡ് ബൈ ക്ലർജി ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് വാസ് നോബിൾസ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് വാസ് കോമൺസ്. അപ്പോൾ 3 എസ്റ്റേറ്റുകളുടെയും കൂടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സഭയാണ് ഇത് സ്റ്റേറ്റ് ചേംബർ എന്ന സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന എസ്റ്റേറ്റ്. അപ്പോൾ അതിലാണ് 1ാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്ലർജികളും 2ാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നോബിൾസും 3ാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് അവിടെ ആരായിരുന്നു, അസാധാരണക്കാരായിരുന്നു 3ാം എസ്റ്റേറ്റിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ പ്രതിനിധി സഭയിൽ ഇരുന്നത്. അപ്പോൾ ഇത് ദ കിങ് കാൾഡ് ഫോർ ദിസ് മീറ്റിംഗ് ഓഫ് ഈച്ച് എസ്റ്റേറ്റ് set separately. Four the members of third estate demand to join sitting and 1 vote for each members. എന്താണ് അപ്പോൾ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി സ്റ്റേറ്റ് ജനറൽ അവിടുത്തെ രാജാവ് വിളിച്ചു കൂട്ടുമ്പോൾ തന്നെ ആ മീറ്റിങ്ങിൽ ഓരോ ജനങ്ങൾ ഇരുന്നിരുന്നത് എങ്ങനെയായിരുന്നു, സെപ്പറേറ്റ് ആയിട്ടായിരുന്നു, വെവ്വേറെ ആയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ 1ാമത്തെ സ്റ്റേറ്റ് അവിടെയും 2ാമത്തെ സ്റ്റേറ്റ് അടുത്തൊരു സ്ഥലത്തും 3ാമത്തെ സ്റ്റേറ്റ് അല്ല കോമൺ പീപ്പിൾസ് 3 എന്ന ഒരു സോഷ്യൽ ഇൻഇക്വാലിറ്റിയുടെ ഒരു പ്രതിനിധിയായിട്ടായിരുന്നു അവിടെ സ്റ്റേറ്റ് ജനറൽ പോലും വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു ടാക്സ് ലെവൽ വരുന്നപ്പോഴും നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വോട്ടിംഗ് സിസ്റ്റം ഫ്രാൻസ് എസ്റ്റേറ്റിന് നിലനിന്നിരുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടെന്ന രീതിയിലായിരുന്നു. നമുക്കറിയാം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റിന് ഒരു വോട്ട്, 2ാമത്തെ സ്റ്റേറ്റിന് ഒരു വോട്ട്, 3ാമത്തെ സ്റ്റേറ്റിന് ഓരോ വോട്ട്, ഓരോ സ്റ്റേറ്റിനും ഓരോ വോട്ടുകൾക്കായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് അതങ്ങനെ പറ്റില്ല എന്നും എല്ലാം ഓരോ എസ്റ്റേറ്റിലും ഓരോ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് എന്ന രീതിയിലേക്ക് മാറ്റണമെന്നും അതുപോലെ തന്നെ ഈ വെവ്വേറെ ഇരിക്കുന്ന സിറ്റിംഗ് രീതി മാറ്റിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സിറ്റിംഗ് രീതിയിലേക്ക് മാറണമെന്നും അവർ വാദിച്ചു. 'ാമത്തെ എസ്റ്റേറ്റ് വാദിച്ചു. ആസ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദിസ് ഡിമാൻഡ്. എന്നാൽ ഈ 3ാം എസ്റ്റേറ്റിൻ്റെ ഡിമാൻഡുകൾ ആരും അംഗീകരിക്കുന്നില്ല. 1ഉം 2ഉം എസ്റ്റേറ്റുകാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ആസ് ദ ഫസ്റ്റ് there was a deadlock on the 17th June 1789. Then third estate declared to itself as the national assembly. അത് ഇതിനെയൊക്കെ തന്നെ പ്രതിഷേധിച്ചു, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിക്ലെയർ ചെയ്തു. ഇതിൽ നിന്നൊക്കെ തന്നെ ഡെഡ്ലോക്ക് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അല്ലെ മാറിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ തേർഡ് കോമൺ പീപ്പിൾസ് തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാധാരണക്കാരെന്ത് ചെയ്യുന്നു, 17 ജൂൺ 1789 ജൂൺ 17 അവരെ തന്നെ ഒരു നാഷണൽ അസംബ്ലി ആയിട്ട് അവർ സ്വയം തന്നെ എന്ത് ചെയ്യുന്നു പ്രഖ്യാപിച്ചു. അപ്പോൾ നാഷണൽ അസംബ്ലി എന്താണെന്ന് ചിലപ്പോൾ 1 വേണ്ടി ചോദിച്ചു. റവല്യൂഷൻ അസംബ്ലി ആര് ഫോം ചെയ്തായിരുന്നു, തേർഡ് എസ്റ്റേറ്റ് ഫോം ചെയ്തായിരുന്നു. എന്നാൽ 17 ജൂൺ 1789 17 ജൂൺ 1789 എന്ത് ചെയ്തത് നാഷണൽ അസംബ്ലി ഫോം ചെയ്തത്. ചിലപ്പോൾ 1 വേഡിനൊക്കെ 1 മാർക്ക് ചോദ്യമായിട്ടാണ്. അപ്പോൾ എന്താണ് നാഷണൽ അസംബ്ലി എന്ന്. അപ്പോൾ ഇത്ര ചെയ്തത് നാഷണൽ അസംബ്ലി റവല്യൂഷണറി അസംബ്ലി ഫോംഡ് ബൈ തേർഡ് എസ്റ്റേറ്റ് ഇൻ 17 ജൂൺ 1789. അത്ര എഴുതിയാൽ മതി. ഇനി അടുത്ത ദ കിങ് ഗ്ലോട്ട് അസ്ലൈംഡ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രം ദ എൻറ്റർ ഓഫ് ദ ഹാൾ
But the members of National Assembly went to near the tennis court and took an oath to form a new constitution. It is known as ടെന്നീസ് കോർട്ട് ഓർത്ത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓർത്ത് എന്ന് പറയും. അപ്പം ഇതിനൊക്കെ അല്ലെങ്കിൽ ജനങ്ങൾ അവിടുന്ന് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് അവർ ഡിക്ലെയർ ചെയ്ത് മാറുകയും അവർ ആ എസ്റ്റേറ്റ് ജനറലിനെ അല്ലെങ്കിൽ ഇങ്ങ് വിളിച്ചുകൊണ്ടിരുന്ന എസ്റ്റേറ്റ് ജനറലിനെ പ്രതിഷേധിച്ച് മാറി അവിടെ ഒരു അക്രമസത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം അവിടുന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ രാജാവ് ആകപ്പാട് ലൂയിസ് 16 എന്ത് ചെയ്യുന്നു, പരിഭ്രാന്തി പെടുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, പരിഭ്രാന്തി പെയ്യും ഈ തേർഡ് എസ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ തേർഡ് എസ്റ്റേറ്റ് കോമൺ പീപ്പിൾ സ്റ്റേറ്റിനെ ജനറലിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് അടുത്തുള്ള ഇവിടെ ഒരു ടെന്നീസ് കോർട്ടിലേക്ക് ഒത്തുചേരുകയും അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യുന്നു, ഈ നാഷണൽ അസംബ്ലി പിരിച്ചു വിടുന്നതെന്നായിരിക്കും. ഫ്രഞ്ചിന് ഒരു സ്വാതന്ത്ര്യപരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യൂ, രൂപപ്പെടുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ടെന്നീസ് അല്ലെങ്കിൽ ഈ നാഷണൽ അസംബ്ലി പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് അവിടെ വെച്ച് ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നു പ്രതിജ്ഞ എടുക്കും. ഈ പ്രതിജ്ഞ എന്തെന്ന് വിളിക്കുന്ന ടെന്നീസ് കോർട്ട് ഓത്തെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ കിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറലിൽ നിന്ന് കിങ് അവരെ പുറത്താക്കി അല്ലെങ്കിൽ അവരെ കയറ്റാൻ സമ്മതിക്കാതിരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ അടുത്തുള്ള ടെന്നീസ് കോർട്ടിലേക്ക് മാറി. അവർ നാഷണൽ അസംബ്ലി ഇനി പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതൊരു ഫ്രഞ്ചിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിട്ട് മാത്രമേ അവർ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് അവരവിടെ വെച്ചെടുക്കുന്ന പ്രതിജ്ഞയാണെന്ന് പറയുന്നത് ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പോൾ ടെന്നീസ് കോർട്ട് വെച്ച് നടത്തിയൊരു ഓത്തായതുകൊണ്ടാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നത്. On the 23rd in 1789, a special reason of state illegal, he also ordered that the third estate should be meet separately. അപ്പം 23,789 ഒരു സ്പെഷ്യൽ റീസൺ കൊണ്ട് സ്റ്റേറ്റ് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നിയമവിരുദ്ധമായി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ഓർഡർ ഇടുന്നു. തേർഡ് എസ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊരു മീറ്റിംഗ് കൂടണം അല്ലെങ്കിൽ യോഗം കൂടണമെന്ന്. എന്നാൽ ആ തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ദ തേർഡ് എസ്റ്റേറ്റ് റിഫ്യൂസ് ടു അക്സെപ്റ്റ് കിങ്സ് ഓർഡർ. രാജാവിൻ്റെ ഈ ഉത്തരവിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്ത് ചെയ്യുന്നു, വിസമ്മതിച്ചു. ഈ ഓർഡറിനെ അല്ലെങ്കിൽ ഈ ഉത്തരവിനെ വിസമ്മതിച്ചു? മൂന്നാമത്തെ സ്റ്റേറ്റുകാർ വിസമ്മതിച്ചു അല്ലെങ്കിൽ അവർ ഈ ഓർഡറിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഹെൻസ് ലൂയിസ് 16 വാസ് സബ്മിറ്റഡ് ടു ദ വിൽ ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് വിച്ച് റെപ്രസെൻറ്റ് ദ കോമൺ പീപ്പിൾ. സാധാരണക്കാർ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങൾ, അവിടുത്തെ ഫ്രാൻസിൽ സാധാരണ ജനങ്ങൾ പ്രതിനിധീകരിച്ചിരുന്ന തേർഡ് എസ്റ്റേറ്റിൻ്റെ ആവശ്യത്തിന് ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു? ലൂയിസ് 16 വഴങ്ങേണ്ടി വന്നു. ഹി ഓർഡർഡ് ടു ഫോർമേഷൻ ദ നാഷണൽ അസംബ്ലി കംപ്ലീറ്റഡ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ നാഷണൽ അസംബ്ലി രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നു, അനുമതി നൽകി. അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി നൽകാൻ അനുമതി അദ്ദേഹം നൽകിയായിരുന്നു. തേർഡ് എസ്റ്റേറ്റിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി നാഷണൽ അസംബ്ലി രൂപീകരിക്കാൻ ഓർഡർ നൽകി. ലൂയിസ് 16 ഓർഡർ നൽകി. There was a shortage of the bread in Paris. On the 15th October, a large number of women went to the King's Place at Versailles to make a petition. ഫ്രാൻസിൽ. അപ്പോൾ ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു, പാരീസിൽ ആകപ്പാട് എന്ത് ചെയ്യുന്നു, ബ്രെഡിന് ക്ഷാമം അനുഭവപ്പെടുന്നു. ആ സമയത്ത് ഒക്ടോബർ 5 ഒരു കൂട്ടം വനിതകൾ എന്ത് ചെയ്യുന്നു, ഗിവ് അസ് എ ബ്രെഡ് നൽകണമെന്ന് മുദ്രാവാക്യത്തോടെ സ്ലോഗനിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടുത്തെ രാജ കൊട്ടാരമായ വെഴ്സലീസിലേക്ക് എന്ത് ചെയ്യുന്നു, മാർച്ച് ചെയ്തു പോയി അവിടെ വെച്ച് പെറ്റീഷൻ കൊടുക്കുകയാണ്. There was a note certified the reply of Queen and hence to brought with them and Queen and soon to Paris. അവരെന്ത് ചെയ്തു, അവിടെ വെച്ച് ക്വീൻ എന്ത് ചെയ്തു, നൽകുന്ന മറുപടിയിൽ അവരെന്ത് തൃപ്തരാവുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയും അവരെന്ത് ചെയ്യുന്നു, രാജാവിനെയും രാജ്ഞിയെയും അതുപോലെ തന്നെ മകനെയും വിളിച്ചുകൊണ്ട് എവിടേക്ക് കേൾക്കുന്നു, പാരീസിലേക്ക് ചെല്ലുകയും ചെയ്തു. അടുത്തായി ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു റിസൾട്ട് ഓർ ഇമ്പാക്റ്റ് ആണ്. ദ നാഷണൽ അസംബ്ലി സ്റ്റൈൽഡ് ഇറ്റ്സെൽഫ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി അവിടെ നിന്ന് ദേശീയ അസംബ്ലി എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ അസംബ്ലി അവർ തന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റൈൽ ചെയ്തെടുത്തു. ഇറ്റ് ഡ്രോ അപ്പ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ. അപ്പോൾ ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷൻ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി പ്രൊവൈഡ് ഫോർ എ ലിമിറ്റ് ഓഫ് മൊണാർച്ചി ടു ഫ്രാൻസ്. ഫ്രാൻസിലെ രാജവാഴ്ചയ്ക്ക് ഒരു ലിമിറ്റ്, ഒരു പരിമിതം കൊണ്ടുവന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതോടെ വന്നു. അപ്പോൾ ഇത്
ടൈറ്റിൽസ് ഓഫ് നോബിൾസ് വാസ് അബോളിഷ്ഡ് എന്നാണ് കിടക്കുന്നത്. ടൈറ്റിൽസ് അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ടിലേസ് ഓഫ് ദ നോബിൾസ് വാസ് അബോളിഷ്ഡ്. അപ്പം അവിടെ നിന്നിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ടിലേസ്. തിലെ എന്ത് ചെയ്തു, നിർത്തലാക്കി. ഇത് ജുഡീഷ്യറി വാസ് റീമോഡൽഡ്. അവിടെ നിന്നിരുന്ന ജുഡീഷ്യറി വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, റീമോഡൽ ചെയ്തു. മെത്തേഡ് ഓഫ് ടോളറൻസ് വാസ് അബോളിഷ്ഡ്. അവിടെ നിന്നിരുന്ന പീഡന രീതികൾ, കഠിനമായ ക്രൂരമായ പീഡന രീതികൾ എന്ത് നിർത്തലാക്കുന്നു. ദ ന്യൂ ആൻഡ് സെൻട്രൽ ആൻഡ് ലോക്കൽ കോർട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. പുതിയ കേന്ദ്ര ന്യൂ സെൻട്രൽ ആൻഡ് ലോക്കൽ കോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ദ ജഡ്ജസ് ആർ ടു ബി എലക്റ്റഡ്. അവിടത്തേക്കുള്ള ജഡ്ജിമാരെ അല്ലെങ്കിൽ ജഡ്ജിമാരെ എന്ത് ചെയ്യുന്നു, എലക്ട് ചെയ്ത് വിടുന്നു. ഇത് മൊണാസ്ട്രീസ് വാസ് സപ്രസ്ഡ്. അവിടെ നിന്നിരുന്ന ആശ്രമങ്ങൾ, മൊണാസ്ട്രീസ്, മഠാധിപതികൾ എന്ത് ചെയ്യുന്നു, സപ്രസ്ഡ് ചെയ്യുന്നു. അബ്സല്യൂട്ട് റിലീജിയസ് ടോളറൈസേഷൻ വാസ് പ്രൊക്ലെയിംഡ്. മതപരമായി നിന്നിരുന്ന ക്രൂരതകളും വ്യവസ്ഥകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, പ്രൊക്ലെയിം ചെയ്യുന്നു. ദ കളക്ഷൻ ഓഫ് തിതേസ് ബൈ ദ ചർച്ചസ് വാസ് അബോളിഷ്ഡ്. ആ ചർച്ചകളിൽ നിന്ന് അവിടെ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടിരുന്ന തിതേസ് എന്ത് ചെയ്യുന്നു, അബോളിഷ്ഡ് ചെയ്യുന്നു. ദെൻ ദ മെഷേഴ്സ് വെയർ ടേക്കൺ ഓഫ് ദ നാഷണലിസം ഓഫ് ചർച്ച് പ്രോപ്പർട്ടീസ്. ആ ചർച്ചിൻ്റെ വസ്തുക്കളിൽ, പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നു, ദേശീയത പ്രഖ്യാപിക്കുന്നു. ആഫ്റ്റർ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ നാഷണൽ അസംബ്ലി ഡിസോൾവ്ഡ് ഇറ്റ് സെൽഫ്. അപ്പം ഭരണഘടന രൂപപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, നാഷണൽ അസംബ്ലി സ്വന്തം അവർ തന്നെ എന്ത് ചെയ്യുന്നു, പിരിഞ്ഞുപോയി എന്ന് 1790. അടുത്ത ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു ചോദ്യം കാണാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം കാണാം. ദ കിങ് കെയിം ടു അണ്ടർ സൂപ്പർവിസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഫ്രാൻസ് ബിക്കം കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർസി. രാജഭരണത്തിൽ നിന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർസിയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഫ്യൂഡൽ സിസ്റ്റം വാസ് അബോളിഷ്ഡ്. അവിടെ നിന്നിരുന്ന ഫ്യൂഡൽ സിസ്റ്റം നിർത്തലാക്കി. ദ നൊബിലിറ്റി ആൻഡ് ക്ലർജി സ്റ്റെപ്ഡ് ഫ്രം ദെയർ പ്രിവിലേജ്. അവരുടെ പ്രിവിലേജുകൾ എന്ത് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. നൊബിലിറ്റീസും ക്ലർജികളും. ദ പവർ ടു മേക്ക് ലോസ് ആൻഡ് വെസ്റ്റഡ് ടു നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലിക്ക് ചില പ്രത്യേക പവറുകളും ലോസുകൾ നേടിയെടുക്കുന്നു, നാഷണൽ അസംബ്ലി നേടിയെടുക്കുന്നു. പവർ വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരുടെ അധികാരങ്ങൾ എന്ത് ചെയ്ത് 3 പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിക്കുന്നു. പ്രധാനപ്പെട്ട ദ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അടുത്ത കൺക്ലൂഷനാണ്. ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789 ഇനാഗുറേറ്റ് എ ന്യൂ ഇറ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മാനവരാശിയുടെ ചരിത്രത്തിൽ പുതിയൊരു ഇറ സൃഷ്ടിച്ച വിപ്ലവമാണിത്, ഫ്രഞ്ച് വിപ്ലവം. ഇത് ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടർണിറ്റി സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, ലിബർട്ടി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ 3 മുദ്രാവാക്യങ്ങൾ അല്ലെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്ത വിപ്ലവം ഏതാണ്, ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നാനാത്വങ്ങളിൽ എഴുതിയ മുദ്രാവാക്യം ഏതൊക്കെയാണ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടർണിറ്റി. ദ ബർബൺ മൊണാർക്കി വാസ് അബോളിഷ്ഡ്. ബർബൺ രാജവംശം ഇവിടെ എന്ത് ചെയ്തു, നിർത്തലാക്കി. ദ റവല്യൂഷൻ റിജക്റ്റഡ് ട്രൈബൽ റൈറ്റ്, കോൺസർവേറ്റിസം ആൻഡ് ഫ്യൂഡൽ വേസ്റ്റേജ്. അപ്പം അങ്ങനെയുള്ള ഫ്യൂഡൽ വേസ്റ്റേജും ട്രൈബൽ റൈറ്റ് തിയറി അടക്കമുള്ള വ്യവസ്ഥകൾ എന്ത് ചെയ്തു, നിർത്തലാക്കിയതും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തത് ഏതിലാണ്, ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. അറ്റ് ദ സെയിം ടൈം ഫെയിൽഡ് എസ്റ്റാബ്ലിഷ്ഡ് പെർമനൻറ്റ് റിപ്പബ്ലിക് ഇൻ ഫ്രാൻസ്. എന്താണ് അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പെർമനൻറ്റ് റിപ്പബ്ലിക് കൊണ്ടുവരുന്നതിൽ എന്ത് ചെയ്യുന്നു, ഫെയിലാവുകയും ചെയ്തു. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ ആഫ്റ്റർ വയലൻറ്റ് ടേൺഡ് ലെഡ് ടു എമർജൻസി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഇതിനൊക്കെ ശേഷം ആര് ഭരണം വയ്ക്കുകയായിരുന്നു, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണം വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഹിസ്റ്ററി. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെ ആയാലും, നല്ലതായാലും ചീത്തയായാലും ഒക്കെ തന്നെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരമാവധി ഈ അറിവുകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക്, സെക്കൻഡ് മോഡലിൻ്റെ പുതിയൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുമുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ പുതിയൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ.